പ്രിയ സ്നേഹിത, ഈ നിമിഷം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നു. അത് യാദൃച്ഛികമല്ല. നിങ്ങൾ ഇവിടെയുണ്ട്. ഈ നിമിഷത്തിൽ, ഈ ശ്വാസത്തിൽ, ഈ ഹൃദയമിടിപ്പിൽ നിങ്ങളുണ്ട്. അതുമാത്രം മതി. ഇപ്പോൾ ഒരു നിമിഷം എല്ലാം മാറ്റിവെക്കൂ. ഫോണിലെ അറിയിപ്പുകൾ, ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളുടെ പട്ടിക, ആരോടെങ്കിലും പറയാൻ മറന്ന വാക്കുകൾ, എല്ലാം ഈ നിമിഷം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ മാത്രം, നിങ്ങളും ദൈവവും മാത്രം. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കിടക്കയിലാണ്, ഉറക്കം വരുന്നില്ല, മനസ്സിലെന്തോ ഒരു ഭാരമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റതാണ്, പുതിയ ദിവസത്തെ നേരിടാൻ ഒരു ശക്തി ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ യാത്രയിലാണ്, ജോലിസ്ഥലത്തേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക്. എവിടെയായാലും എപ്പോഴായാലും ഈ വാക്കുകൾ നിങ്ങൾക്കു വേണ്ടിയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക: നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകം മുഴുവൻ നിങ്ങളെ മറന്നു എന്ന് തോന്നുന്ന നിമിഷത്തിലും ഒരാൾ നിങ്ങളെ ഓർക്കുന്നുണ്ട്. ആരും നിങ്ങളുടെ പേര് വിളിക്കുന്നില്ല എന്ന് തോന്നുന്ന നിമിഷത്തിലും ഒരാൾ നിങ്ങളുടെ പേരറിയുന്നുണ്ട്. ആ ഒരാൾ ദൈവമാണ്. ഇപ്പോൾ ഈ നിമിഷത്തിൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ശാന്തമായി ശ്വസിക്കൂ. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് ചിലത് സംസാരിക്കട്ടെ. ഭയത്തെക്കുറിച്ച്. നമ്മളെല്ലാവരും ഭയപ്പെടുന്നു. ചിലപ്പോൾ വലിയ കാര്യങ്ങളെക്കുറിച്ച്, ചിലപ്പോൾ ചെറിയ കാര്യങ്ങളെക്കുറിച്ച്. ചിലപ്പോൾ എന്താണ് ഭയമെന്ന് നമുക്ക് തന്നെ വ്യക്തമാണ്. നാളെ എന്താകും എന്ന ഭയം. എനിക്കൊറ്റയ്ക്ക് ഇതെല്ലാം നേരിടാൻ കഴിയുമോ എന്ന ഭയം. ഈ ഭയങ്ങൾ ആർക്കും ഉണ്ടാകാം. ഇത് ദുർബലതയല്ല, ഇത് മനുഷ്യനായിരിക്കുക എന്നതാണ്. നിങ്ങൾ ഭയപ്പെടുന്നത് തെറ്റല്ല, പക്ഷേ ആ ഭയത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതില്ല. ഇവിടെ ഒരു സത്യമുണ്ട്: നിങ്ങൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇന്നലെ നിങ്ങൾ ഭയപ്പെട്ടു, പക്ഷേ ഇന്ന് നിങ്ങൾ ഇവിടെയുണ്ട്. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഭയപ്പെട്ടു, പക്ഷേ ആ ആഴ്ച കടന്നുപോയി. കഴിഞ്ഞ മാസം നിങ്ങൾ ഭയപ്പെട്ടു, പക്ഷേ ആ മാസവും കടന്നുപോയി. നിങ്ങളിപ്പോഴും ഇവിടെയുണ്ട്, ശ്വസിക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആരോ ഒരാൾ നിങ്ങളെ കാത്തു. ആരോ ഒരാൾ നിങ്ങളറിയാതെ, കാണാതെ, തിരിച്ചറിയാതെ നിങ്ങളെ സംരക്ഷിച്ചു. ഒന്നും സംഭവിക്കാതെ കടന്നുപോയ ഓരോ ദിവസവും ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. നിങ്ങളറിയാതെ ഒഴിവായ ഓരോ അപകടവും ദൈവത്തിൻ്റെ കാവലാണ്. നിങ്ങൾ തിരിച്ചറിയാത്ത ഓരോ കരുതലും ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം എപ്പോഴും വലിയ അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിക്കുന്നില്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി ഒന്നും സംഭവിക്കുക, അന്തരിക്കുക എന്നതാണ്. നിങ്ങൾ ഭയപ്പെട്ടത് സംഭവിക്കാതിരുന്നത് ഭാഗ്യമല്ല, അത് ദൈവകരുണയാണ്. ദൈവം നിങ്ങളുടെ മുന്നിൽ നടക്കുന്നുണ്ട്. നിങ്ങളിനി പോകേണ്ട വഴി ദൈവം ഇപ്പോൾ തന്നെ ഒരുക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ പഴയ മുറിവുകൾ, പഴയ ഭയങ്ങൾ, പിന്നിൽ നിന്ന് വരുന്ന ഇരുട്ട്, അതിൽ നിന്നെല്ലാം അതുകൊണ്ടാണ് ദൈവം പറയുന്നത്: ഭയപ്പെടേണ്ട, ഞാനുണ്ട്. ദൈവം ഭയമില്ലാതാക്കാൻ പറയുന്നതല്ല, ഭയത്തിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ട എന്ന് പറയുന്നതാണ്. ഒരു ചെറിയ കുട്ടിയെ ചിന്തിക്കൂ. ഇരുട്ടിൽ ഭയം. അപ്പൻ അടുത്ത് വരുന്നു, കൈ പിടിക്കുന്നു. ഇരുട്ട് മാറിയോ? ഇല്ല. ഇരുട്ട് അതേപോലെ ഉണ്ട്. പക്ഷെ കുട്ടിയുടെ ഭയം മാറി. എന്തുകൊണ്ട്? അപ്പൻ അടുത്തുണ്ട് എന്ന ഉറപ്പ്, അപ്പൻ്റെ കൈയുണ്ട് എന്ന തോന്നൽ. അതുമാത്രം മതി. ദൈവം ഇപ്പോൾ നിങ്ങളോട് ചെയ്യുന്നതും അതാണ്. ഇരുട്ട് പെട്ടെന്ന് മാറണമെന്നില്ല, പ്രശ്നങ്ങൾ ഇന്ന് തന്നെ തീരണമെന്നില്ല. പക്ഷേ ആ ഇരുട്ടിൽ ദൈവത്തിൻ്റെ കൈ നിങ്ങളെ പിടിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നീതിയുള്ള വലം കൈ. ആ കൈ നിങ്ങളെ വിടില്ല. ആ കൈ നിങ്ങളെ താഴ്ത്തില്ല. ആ കൈ നിങ്ങളെ താങ്ങും, ഇന്നും നാളെയും എന്നും. ഇനി നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഭയപ്പെടുന്നത്. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ മക്കൾ, അവരും ഭയപ്പെടുന്നുണ്ട്. ഒരമ്മ എപ്പോഴും ഭയപ്പെടുന്നു, മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന്. ഒരപ്പൻ എപ്പോഴും ഭയപ്പെടുന്നു, കുടുംബത്തെ പോറ്റാൻ കഴിയുമോ എന്ന്. ഒരു ഭാര്യ ഭയപ്പെടുന്നു, ഒരു ഭർത്താവ് ഭയപ്പെടുന്നു, മക്കൾ ഭയപ്പെടുന്നു, പരീക്ഷയെ, ഭാവിയെ, ലോകത്തെ. നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നിങ്ങളെ ഓർത്ത് വീട്ടിൽ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്. യാത്ര ചെയ്യുമ്പോൾ, വാഹനമോടിക്കുമ്പോൾ. ചിലപ്പോൾ ഞാൻ ആ ഭയത്തിലൊരു പേരിടാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ എനിക്ക് ആ ഭയത്തിൻ്റെ പേരറിയില്ല. പക്ഷേ അതെൻ്റെ ഉള്ളിലുണ്ട്. നെഞ്ചിലൊരു ഭാരമായി, ശ്വാസത്തിലൊരു മുറുക്കമായി, ഉറക്കത്തിലൊരു ഇരുട്ടായി. കർത്താവേ, ഞാൻ ഈ ഭയത്തെ അങ്ങയുടെ കയ്യിൽ വയ്ക്കുന്നു. ഞാൻ എൻ്റെ ഭയം അങ്ങയെ ഏൽപ്പിക്കുന്നു.
ഞാൻ എൻ്റെ ആശങ്ക അങ്ങേക്ക് നൽകുന്നു. ഞാനത് ചുമക്കേണ്ട എന്നങ്ങ് പറഞ്ഞല്ലോ. ഭയപ്പെടേണ്ട എന്നങ്ങ് പറഞ്ഞല്ലോ. ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്നങ്ങ് പറഞ്ഞല്ലോ. ഞാൻ ആ വാക്ക് വിശ്വസിക്കുന്നു. ഞാൻ ആ വാക്കിൽ ഊന്നി നിൽക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങ് എന്നെ കാക്കേണമേ. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങ് എൻ്റെ മുന്നിൽ നടക്കണമേ. ഞാൻ തിരിച്ചു വരുമ്പോൾ അങ്ങ് എന്നെ സ്വീകരിക്കണമേ. എൻ്റെ ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയമിടിപ്പിലും അങ്ങ് ഉണ്ടായിരിക്കണമേ. കർത്താവെ, ഇനി ഞാൻ എൻ്റെ കുടുംബത്തെ അങ്ങയുടെ കയ്യിൽ വയ്ക്കുന്നു. എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, കർത്താവെ, അവരെ കാക്കേണമേ. അവരുടെ ഹൃദയത്തിലും ഭയമുണ്ടെന്ന് അങ്ങേക്കറിയാം. അവരുടെ ഉള്ളിലും ആശങ്ക ഉണ്ടെന്ന് അങ്ങേക്കറിയാം. അവരെന്നോട് പറയാത്ത ഭയങ്ങൾ, ഞാൻ അവരോട് പറയാത്ത ഭയങ്ങൾ, ഇവയെല്ലാം അങ്ങ് അറിയുന്നു. ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങയുടെ കൈ ഉണ്ടായിരിക്കണമേ. എൻ്റെ മക്കളെ, കർത്താവെ, അങ്ങ് കാക്കേണമേ. അവർ ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും എവിടെ ഈ ഭയങ്ങൾ ഇനിയും യാഥാർത്ഥ്യമാകേണ്ട. കർത്താവെ, ഞാൻ ഭയപ്പെടുന്ന ഓരോ ഇരുട്ടിനു മുന്നിൽ അങ്ങൊരു മതിലായിരിക്കണമേ. ഞാൻ ഭയപ്പെടുന്ന ഓരോ നാളെയും അങ്ങയുടെ കയ്യിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിന്ന് ഭയപ്പെടുന്നത് പോലെ നാളെ ഭയപ്പെടേണ്ടി വരാതിരിക്കാൻ അങ്ങ് കൃപ നൽകണമേ. കർത്താവെ, ഇനി ഒരു കാര്യം കൂടി. ചില ഭയങ്ങൾക്ക് ഒരു പേരില്ല. ചില രാത്രികളിൽ ഒരു ഭയം വരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു അസ്വസ്ഥത, ഒരു ഇരുട്ട്, ഒരു ഭാരം. അതെവിടെ നിന്ന് വരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ കർത്താവെ, അങ്ങേക്കറിയാം. ഞാൻ അറിയാത്ത ഭയങ്ങൾ പോലും അങ്ങ് അറിയുന്നു. ഞാൻ പേരിടാൻ കഴിയാത്ത ഇരുട്ടുകളും അങ്ങ് കാണുന്നു. കർത്താവെ, ആ ഇരുട്ടിലും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞാൻ അറിയാത്ത ഭയങ്ങൾ പോലും അങ്ങയുടെ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ഇല്ലാതാകണമേ. കർത്താവെ, ഞാൻ ധൈര്യമുള്ളവളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ശക്തിയിൽ ധൈര്യത്തോടെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭയത്തെ ഞാൻ എന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കില്ല. ഭയം എൻ്റെ തീരുമാനങ്ങൾ എടുക്കില്ല. ഭയം എൻ്റെ ജീവിതം ചുരുക്കില്ല. കാരണം അങ്ങ് എന്നോടൊപ്പമുണ്ട്. അങ്ങ് എന്നെ ശക്തിപ്പെടുത്തും. അങ്ങ് എന്നെ സഹായിക്കും. അങ്ങയുടെ നീതിയുള്ള വലങ്കൈ കൊണ്ട് അങ്ങ് എന്നെ താങ്ങും. കർത്താവെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ ഹൃദയത്തിനും ഇതേ ധൈര്യം നൽകണമേ. ഇതേ സമാധാനം നൽകണമേ. ഇതേ ശക്തി നൽകണമേ. ഞങ്ങൾ ഓരോരുത്തരുടെയും ഭയങ്ങൾ അങ്ങ് അറിയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ആ വാക്ക് ഇന്നും സത്യമാണ്. ഇന്ന് രാത്രിയും സത്യമാണ്. നാളെയും സത്യമാണ്. എന്നും സത്യമാണ്. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സമാധാനം ഇറങ്ങട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ ധൈര്യം നിറയട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സംരക്ഷണമുണ്ടാകട്ടെ. നിങ്ങളുടെ ഉറക്കത്തിൽ ശാന്തി ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഉണർവിൽ ശക്തി ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്, ഇന്നും ഇപ്പോഴും എന്നും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ കാക്കട്ടെ, നിങ്ങളുടെ മേൽ തൻ്റെ മുഖം പ്രകാശിപ്പിക്കട്ടെ, നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. ആമേൻ.